വിദ്യാഭ്യാസമാണ് സർവവും എന്നൊരു തെറ്റിദ്ധാരണ മലയാളികളുടെ തലയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി, അതും ഹിന്ദുവിൻ്റെ തലയിലേക്ക്. എന്നാൽ മുസ്ലിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. മദ്രസ ഒഴിവാക്കില്ല, ഉണ്ടോ? വെള്ളിയാഴ്ച പള്ളി ഒഴിവാക്കില്ല. കൊച്ചു ഇന്നലെ പ്രസവിച്ച കുട്ടി പോലും തട്ടവും കിട്ടവും ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ കണ്ടില്ലേ മദ്രസയിൽ പോണത്? പാവം 6 മണിക്ക് അത് ഇങ്ങനെ കറുത്ത വേഷം ഇട്ടിട്ട്, അതിന് കറുപ്പ് ഉടുക്കാൻ പോലും ആയിട്ടില്ല. പെറുപിടുന്ന കുട്ടികൾ കണ്ടില്ലേ റോട്ടിലെ? കണ്ടിട്ടില്ലേ? നമുക്ക് തോന്നും ആ കുട്ടികളെയൊക്കെ പറഞ്ഞയക്കാൻ. അവർക്കതിലൊന്നും ഒരു വിഷമമില്ല. കാരണം അവരാ മതസംസ്കാരത്തിനാണ് അത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. മനസ്സിലാവുണ്ടോ? വെള്ളിയാഴ്ചകൾ പണ്ട്, ഇപ്പോഴും വെള്ളിയാഴ്ച എന്താ ലീവാക്കിയത്? ഒരു മതത്തിന് വേണ്ടി. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതൊക്കെ അവരുടെ ആ മതസംസ്കാരം വളർത്തിയെടുക്കാൻ അവർക്ക് സാധിച്ചു. എന്നാൽ നമുക്കാണെങ്കിൽ ഒടുക്കത്തെ തൊഴുതുപോകലും, എല്ലാം തൊഴുതാ തീർന്നു എന്നുള്ള രീതിയിൽ ഈ നാമജപ സംസ്കാരവും വ്രതനിഷ്ഠകളും എന്ന് നമ്മൾ നഷ്ടപ്പെടുത്തിയോ അന്ന് ജീവിതവും താളം തെറ്റി. ഒരു തൊഴുതുപോയത് കൊണ്ടൊന്നും ഒരു കൃഷ്ണനും നമ്മളെ നേരെയാക്കാൻ സാധിക്കില്ല എന്ന് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ രാവിലെ പറഞ്ഞു നിങ്ങളോട്, ക്ഷേത്രം എന്ന് പറയുന്നത് ഓർക്കുന്നുണ്ടോ? കാലത്ത് പറഞ്ഞൊക്കെ അത് ഊണിൻ്റെ കൂടെ പോയോ? എന്തൊക്കെയാ പറഞ്ഞത്? തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും, സത്വഗുണത്തിൽ നിന്ന് സമചിത്തതയിലേക്കും, സമചിത്തതയിൽ നിന്ന് ബ്രഹ്മതത്വത്തിലേക്കും നമ്മളെ ഉയർത്തുന്ന, മനസ്സിലായില്ലേ, കേന്ദ്രമാണ് ക്ഷേത്രം. ഈ അറിവോടുകൂടി ക്ഷേത്രത്തിൽ പോവാൻ സാധിക്കണം. നിൽക്കട്ടെ. അപ്പൊ പെൺകുട്ടികൾ അനുഷ്ഠിക്കേണ്ട വ്രതമാണ്. അത് ആൺകുട്ടികൾ അനുഷ്ഠിക്കേണ്ടതല്ല. ബീജത്തിനും ശക്തി വേണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ മൊബൈൽ ഫോൺ കാരണം അറിയാലോ നിങ്ങൾക്ക്. മൊബൈൽ ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ട ഹാർട്ട് കേടുവരുന്ന പറയുന്നത്, റേഡിയേഷൻ കാരണം. പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ടാൽ ബീജത്തിനൊക്കെ കേടുപറ്റുന്ന, ബീജമൊക്കെ സ്പേം കരിഞ്ഞു പോകുന്നതാണ്. അത്രയും അതിൻ്റെ റേഡിയേഷൻ പവർ. അപ്പം ആരും ചോദിച്ചെന്നാൽ പാൻറ്റിൻ്റെ പുറകിൽ വെച്ചാലോ പൈൽസ് വരുന്ന പറയണത്. ഇത് മുന്നിലും വെക്കാൻ വയ്യ, പിന്നിലും വെക്കാൻ വയ്യ. ഇന്നൊന്നാ ഇതില്ലാതൊട്ട് ജീവിക്കാനും പറ്റാത്തൊരവസ്ഥ. അത്രയും ഒരു അപകടം പിടിച്ചൊരു സാധനം കൊണ്ടാണ് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് ആണിനും അത്യാവശ്യം വ്രതങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നല്ല തലമുറകൾക്ക് ജന്മം കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ പയോവ്രതം അനുഷ്ഠിച്ച അതിഥി ദേവി ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ വാമനാവതാരത്തിന് ജന്മം കൊടുക്കുന്നു. ഇപ്പൊ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ അവതരിക്കുന്ന അവതാരമാണ് വാമനാവതാരം. പലപ്പോഴും ചിങ്ങമാസത്തിലെ തിരുവോണ നാള് മഹാബലിയെ വരവേൽക്കുന്ന ദിവസമായിട്ടാണ് നമ്മുടെയൊക്കെ തലയിൽ കയറി നിൽക്കുന്നത്. എന്നാൽ ചിങ്ങമാസത്തിലെ തിരുവോണ നാൾ എന്താ പ്രാധാന്യം? വാമനാവതാരമാണ്. ഇത് നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളവർ എത്ര പേരുണ്ട്? കൈതാഴ്ത്തിക്കൊള്ളു. ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഇന്ന് മനസ്സിലാക്കി. അപ്പോ ആരും നമുക്ക് പ്രോപ്പർലി ഒന്നും പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ സംശയങ്ങൾ. നിങ്ങൾ നോക്കൂ, ഈ കഥയൊക്കെ എത്രമാത്രം സംശയങ്ങൾ ഉണ്ടാക്കാന്ന്. നമ്മൾ കേട്ടിരിക്കുന്നത് പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടായതാണ് കേരളം എന്നാ. എന്നാൽ അവതാരങ്ങളെ നോക്കുമ്പോൾ വാമനാവതാരം കഴിഞ്ഞിട്ടാണ് പരശുരാമാവതാരം, അല്ലേ? അപ്പൊ മഹാബലി അതിനു മുമ്പ് കേരളം ഭരിക്കുകയും ചെയ്തു. അപ്പൊ മഴു എവിടെയോ വീണത്? കാരണം മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടെ ഇല്ലേ കേരളത്തിൽ മഹാബലി വരണ്ടേ? അപ്പൊ ഏതുണ്ടാവണം? കേരളം ഉണ്ടാവണം. പിന്നീട് സമാധാനമുള്ളത് ഇത് വീണത് കണ്ണൂരോ തലശ്ശേരി ആവാനേ വഴിയുള്ളൂ. കാരണം അവിടെ ഉള്ളവരാണ് ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കുന്നത്. ഏതോ രാഷ്ട്രീയക്കാരൻ്റെ വീട്ടിൽ ചെന്ന് വീണുവെന്ന് സമാധാനിക്കണം. അപ്പോ ഇത്തരം കഥകൾ വല്ലാതെ ചോദിച്ചാൽ സംശയങ്ങളാണ്, ഉത്തരം മുട്ടിപ്പോകുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അതിനെ പിന്നെ പറയാം നമുക്ക്. ഏതായാലും ചിങ്ങമാസത്തിലെ തിരുവോണ നാൾ
വാമനാവതാര ജയന്തിയാണ്. ഇനി മറക്കരുത്, എന്താണ് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിന്റെ പ്രത്യേകത? ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞ പോലെ വാമന ജയന്തിയാണ്. ഈ വാമന അവതാരം വന്ന്, അപ്പൊ അതിനു മുമ്പ് ഇവിടെ അസുര ചക്രവർത്തിയായ മഹാബലി തൻ്റെ ധർമ്മനിഷ്ഠ കൊണ്ട് രാജ്യത്തിൻ്റെ അതിർത്തികൾ വലിപ്പം കൂട്ടി വരികയായിരുന്നു. വളരെ ധാർമ്മികനും സത്യസന്ധനും നീതിമാനുമൊക്കെ ആയിരുന്നു ആര്? മഹാബലി. അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ രാജ്യഭരണത്തിൽ നാട്ടുരാജാക്കന്മാർ അവരവരുടെ രാജ്യം മഹാബലിയെ ഏൽപ്പിച്ചു കൊടുത്തു. ഇദ്ദേഹത്തിന് ആരെയും തോൽപ്പിക്കേണ്ടി വന്നു. എന്നാൽ തോൽപ്പിക്കുകയും ചെയ്തു ഇദ്ദേഹം. അങ്ങനെയാണ് ദേവന്മാർക്ക് ദേവലോകർക്ക് അവർക്ക് നഷ്ടപ്പെട്ടതെന്നാണ് കഥ. അങ്ങനെ മഹാബലി ഇവിടെ അദ്ദേഹത്തിൻ്റെ അശ്വമേധം തുടരുന്നു. അതിനിടയ്ക്ക് മഹാബലി ഒരു വലിയ യാഗം തയ്യാറാക്കുകയാണ്. അതിൻ്റെ പേരാണ് വിശ്വജിത്ത് യാഗം. ഈ യാഗം നടത്തിയത് എന്ന് പറയുന്നത് കേരളത്തിലല്ല. ഇത് നടത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ ഭാഗവതത്തിൽ തന്നെ പറയുന്ന നർമ്മദാ നദീ തടയെന്നാണ്. ഇത് നിങ്ങളെല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ അല്പം ഒന്ന് മനസ്സ് വെച്ച്, കാരണം ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം പലരും ഇതൊക്കെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയ കഥകളാണ്. ഒരിക്കല് മഹാബലി അദ്ദേഹത്തിൻ്റെ യാഗം നടത്തിയത് എവിടെയാണ്? 18-ാമത്തെ അധ്യായത്തില് 21-ാമത്തെ ശ്ലോകം എടുത്താൽ കാണാം. ഭാഗവതം 8-ാം സ്കന്ധമാണ് ഞാൻ വായിക്കുന്നത്. 18-ാമത് അധ്യായത്തില് 18-ൽ 21 തം നർമ്മദായാ തടേ ഉത്തരേ ബലെ ഋത്വിജസ്തേ ഭൃഗുകച്ഛ സംശകേ പ്രവർത്തയന്തോ മൃഗക കൃതുത്തമ. കൃതുത്തം എന്ന് പറഞ്ഞാൽ യാഗം. വളരെ വ്യക്തമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലല്ല. എവിടെയാണ്? നർമ്മദയുടെ തീരം. നർമ്മദ എന്ന് പറഞ്ഞാൽ ഗുജറാത്ത്, ആന്ധ്ര അതിലേക്ക് പോയി വരുന്ന ഒരു നദിയാണ്. ഏത്? നർമ്മദ ആന്തോളനമൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ മഹാബലി അവിടെ എവിടെയാണ് യാഗം നടത്തിയത്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ അതിർത്തി അത്രയുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ മഹാബലിയുടെ അടുത്തേക്ക് ഭഗവാൻ വാമനമൂർത്തി പോവുകയാണ്. അപ്പൊ അവതരിച്ച ഉടനെ ഭഗവാന് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ, അതായത് കുട്ടിയുടെ 28-ാം പിറന്നാളിന് കൊടുക്കുന്ന പോലെ കുട്ടിക്ക് വേണ്ടുന്ന ഉപചാരങ്ങൾ എല്ലാവരും കൊടുത്തു എന്നാണ്. സൂര്യദേവൻ വന്ന് ഉപനയിപ്പിച്ചു. അച്ഛൻ ഗായത്രി ചൊല്ലി, അമ്മ ഒരു കൗബീനൊക്കെ കെട്ടി. പിന്നെ ദേവി വന്ന് സരസ്വതി ദേവി പുസ്തകം കൊടുക്കുന്നു, ഭൂമി ദേവി കമണ്ടല് കൊടുക്കുന്നു, പാർവതി ദേവി ഭിക്ഷ കൊടുക്കുന്നു. ഇങ്ങനെ എന്തൊക്കെയോ വേണ്ടതൊക്കെ ഉണ്ടോ അതൊക്കെ കൊടുത്തു. അങ്ങനെ ഒരു കൊടയും ചൂടി വാമന മൂർത്തി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എങ്ങോട്ട്? നർമ്മദ നദീതടത്തിൽ മഹാബലി യാഗം ചെയ്യുന്ന സ്ഥലത്തേക്ക്. മഹാബലി ഭഗവാനെ കാണുമ്പോൾ ആദ്യം കരുതുന്നത് ഒരു ഋഷിയുടെ പുത്രനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഋഷിയുടെ കുലത്തിൽ ജനിച്ച ഒരു ബ്രഹ്മചാരി എന്നുള്ള ഭിക്ഷ എടുക്കുന്ന അന്നത്തെ കാലത്ത് പതിവുണ്ട്, ഭിക്ഷ എടുക്കുക എന്നുള്ളത്. അങ്ങനെ തൻ്റെ അടുത്ത് വന്ന ഒരു ബ്രഹ്മചാരിയായിട്ടാണ് മഹാബലി ഈ കുഞ്ഞിനെ കാണുന്നത്. എന്നിട്ട് വളരെ ആദരവോടെ വിളിക്കുന്നത് സ്വാഗതം സ്വാഗതം എന്നാണ്. വരൂ. എന്നിട്ട് പറയുന്നത് എൻ്റെ കുലം പവിത്രമായി എൻ്റെ അച്ഛൻ്റെ പരമ്പര അനുഗ്രഹീതരായി എന്നൊക്കെ പറഞ്ഞ കുട്ടിയുടെ കാലുകൾ കഴുകിയ തീർത്ഥം തൻ്റെ ശിരസ്സിലിട്ടു. നിങ്ങൾ ഗംഗാദേവിയുടെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ? മനസ്സിലാക്കിയിട്ടുണ്ടോ അതോ ഇല്ലേ? ഉണ്ട്. എന്താ മനസ്സിലാക്കിയത്? ഭഗവാൻ 3 അടി മണ്ണ് യാചിക്കുമ്പോൾ ഭഗവാന്റെ പാദം ചെന്ന് ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി എന്നാണ് അളന്നപ്പോൾ. ആ പാദത്തിൽ ബ്രഹ്മാവ് നടത്തിയ അഭിഷേക ജലമാണ് പിന്നീട് ആകാശഗംഗയായും അത് കഴിഞ്ഞ്
അത് കഴിഞ്ഞ് ഭഗീരഥൻ, ആ ഭഗീരഥൻ തപസ് ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. കേട്ടിട്ടുണ്ടോ ഈ കഥ? അതും വാമനമൂർത്തിയുടെ പാദം കഴുകിയ തീർത്ഥമാണ്. അതാണ് തപസ് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുവന്നത്? ആകാശഗംഗ എന്നൊരു പേരുണ്ട്. അത് ഭൂമിയിൽ വീണപ്പം പിന്നെ കുറെ പരിപാടികൾ നടന്നു. ശിവന്റെ ജടയിൽ ആദ്യം വീണു, പിന്നെ ജടയിൽ നിന്ന് അഴിച്ചു വിട്ടപ്പോൾ എല്ലാം കൂടെ ഒരു മഹർഷി വിഴുങ്ങിക്കളഞ്ഞു, പിന്നെ അദ്ദേഹത്തിന്റെ കാതിലൂടെ പുറത്തിയാടി. ഇങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട്. അങ്ങനെയാണ് ജാഹ്നവി എന്നൊക്കെയുള്ള പേരുകൾ ഈ ഗംഗയ്ക്ക് കിട്ടിയത് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് വാമനമൂർത്തിയുടെ പാദം കഴുകിയ തീർത്ഥമാണ് ഗംഗാദേവി, ഗംഗാ തീർത്ഥം എന്ന് പറയും. നിൽക്കട്ടെ. അങ്ങനെ ഇവിടെ തീർത്ഥമൊക്കെ തലയിലൊക്കെ ഇട്ട് പറഞ്ഞു. വളരെ സന്തുഷ്ടനായിട്ട് യാഗസ്ഥലത്ത് ഒരാൾ വന്നാൽ, ഇപ്പൊ കല്യാണ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഒരു ഗ്ലാസ് ചായ കൊടുക്കണ്ടേ? ഇല്ലേ? അല്ലെങ്കിലും വീട്ടിൽ വന്നാൽ ദേ ഒരു ഗ്ലാസ് വെള്ളം. ഇപ്പം ഇല്ല, പണ്ടുണ്ടായിരുന്നു. ഇപ്പം വെള്ളം കൊടുക്കാൻ പേടിയാണ്. അപ്പം കല്യാണ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു സംസ്കാരമാണ് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്നൊക്കെ. അപ്പൊ യാഗസ്ഥലത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു, എന്തെങ്കിലും എന്നിൽ നിന്നൊന്ന് സ്വീകരിക്കണം എന്നാണ്. ഭഗവാൻ പറഞ്ഞു മഹാബലിയോട്, എനിക്കൊന്നും വേണ്ട മഹാബലി. ഇത് മാത്രമല്ല, ഭഗവാൻ എന്ത് വെച്ചാൽ മഹാബലിയുടെ കുലത്തെ അങ്ങോട്ടൊന്ന് പ്രശംസിച്ചു. വിരോചനൻ, അവിടുത്തെ പിതാവ് പ്രഹ്ലാദൻ, ആ മഹിമകളൊക്കെയാണ് വർണ്ണിച്ചപ്പോഴേക്കും മഹാബലി കുറച്ച് ഭൂമിയിൽ നിന്ന് പൊങ്ങി. മഹാബലിക്ക് ഇനി എന്തെങ്കിലും കൊടുക്കാതിരുന്നാൽ വലിയൊരു വിഷമം, എന്തെങ്കിലും എന്നിൽ നിന്നൊന്ന് മേടിക്കണമെന്ന്. അങ്ങനെ നിർബന്ധിച്ചപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, തൃതീയം പദം ബസ് മതി, 3 അടി മണ്ണ് മതി. ഇത് കേട്ടപ്പോൾ മഹാബലി ചിരിച്ചിട്ട് പറഞ്ഞു, ഒന്നുകിൽ ഉയരം വേണം, അല്ലെങ്കിൽ വിവരം വേണം. കുട്ടിക്ക് ഉയരവും ഇല്ല, വിവരവും ഇല്ല. കാരണം 3 അടി മണ്ണ് കൊണ്ട് എന്തെങ്കിലും ഇന്നത്തെ കാലത്ത് നടക്കുമോ? അന്ന് മഹാബലിക്ക് അറിയില്ല മനുഷ്യൻ ഫ്ലാറ്റ് പണിയുന്നതിൽ. ഇന്നത്തെ കാലത്താണെങ്കിൽ അതിലും ഫ്ലാറ്റ് പണിയിരുന്നു മനുഷ്യൻ. അപ്പോ അങ്ങനെ 3 അടി മണ്ണ് ചോദിച്ച സമയത്ത് മഹാബലിക്കൊരു മറുപടി കൊടുത്തു ഭഗവാൻ. മഹാബലി ഉച്ചത്തിൽ അട്ടഹസിച്ച് ചിരിച്ചപ്പോണ്ടല്ലോ, ഭഗവാൻ ഒട്ടും അസ്വസ്ഥനാവാതെ പറഞ്ഞു, മഹാബലി 3 അടി കൊണ്ട് എനിക്ക് തൃപ്തി വന്നില്ലെങ്കിൽ ഇനി 3 ലോകം കെട്ടിയാലും എനിക്ക് തൃപ്തി വരുമോ മഹാബലി? അത് മഹാബലിക്കിട്ടൊരു കുത്താണ്. കാര്യം മഹാബലി ഇപ്പോഴും ഭൂമിയുടെ അതിർത്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കാരെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നു? അപ്പം മഹാബലി പറയാണ്, ഉയരല്ലെങ്കിലും വിവരമുണ്ട്, വലിയ അറിവുള്ളൊരു കുട്ടിയാണ്, മഹാനാണ്. അപ്പോഴാണ് ശുക്രാചാര്യർ വന്നിട്ട് പറയുന്നത്, മഹാബലി ഇതിലിത്തിരി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഈ സാധനം ഉണ്ടല്ലോ, ചെറിയ മൊബൈൽ പോലെയൊക്കെ ഇരുന്നാലും റേഞ്ച് കൂടുതലാ. ഇത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ വേഷം മാറി വന്നിരിക്കുകയാണ്. കൃഷ്ണന്റെ കള്ളത്തരമാണ്. നിനക്ക് വല്ല വിവരമുണ്ടോ? ഈ കൊച്ചു രൂപത്തിൽ വന്ന് കൊച്ചി മുഴുവൻ അളക്കുമ്പോ നിന്റെ സർവസമ്പൽ സമൃദ്ധിയും പോവാണ്. അതുകൊണ്ട് സമ്പത്ത് നീ കൊടുക്കാം, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, എന്തു തരും എന്നൊക്കെയാ പറഞ്ഞത്. അതിനൊരു മാറ്റം വരുത്തിയിട്ട് പറഞ്ഞാൽ മതി, ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് പറയണമെന്ന്. അതായത് എന്തും തരാം എന്ന് പറയണ്ട, 3 അടി മണ്ണ് ചോദിച്ചാൽ എന്തും തരാന്ന് പറഞ്ഞാൽ കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പം അതിലൊരു മാറ്റം വരുത്തണമെന്ന്. എന്നിട്ട് പറഞ്ഞു, സമ്പത്ത് എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത്. ലോകത്തിൽ ആദ്യമായി എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം ചർച്ച ചെയ്യുന്നത് ഇവിടെ ശുക്രാചാര്യർ. നമുക്ക് സമ്പത്തിനെ കുറിച്ചൊരു ശാസ്ത്രമുണ്ട്. ഇതിൻ്റെ പേരാണ് അർത്ഥശാസ്ത്രം എന്നുള്ളത്. അതിനു മുമ്പ് ഭാഗവതത്തിൽ ശുക്രാചാര്യർ സമ്പത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഹൗ ടു മാനേജ് ഫിനാൻസ് എന്നാണ്. സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം, നമുക്കതൊന്ന് നോക്കാം. 19-ാമത് അധ്യായത്തിൽ ഞാൻ വായിക്കുന്നതൊക്കെ 8-ാം സ്കന്ധമാണ്. അതുകൊണ്ട് സ്കന്ധത്തിനെ കുറിച്ചൊരു ചോദ്യം വേണ്ട നിങ്ങളുടെ ഉള്ളിൽ. 19-ാമത് അധ്യായത്തിൽ 37-ാമത് ശ്ലോകം. ഇത് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ധർമായ അർത്ഥായ യശസേ കാമായ സ്വജനായ ച പഞ്ചതാ വിഭജനം വിത്തം ഇഹാമുത്രശ്യ മോദതേ എന്നൊരു ശ്ലോകം നിങ്ങൾക്ക് കാണുന്നുണ്ടോ?
അതായത് പഞ്ചത വിഭജനം വിത്തം, വിത്തം വിഭജനം പഞ്ചത ഒക്കെ മനസ്സിലാവും നിങ്ങൾക്ക്. വിത്തം എന്ന് പറഞ്ഞാൽ സമ്പത്ത്, പഞ്ചത എന്ന് പറഞ്ഞാൽ 5, വിഭജനം എന്ന് പറഞ്ഞാൽ വിഭജിക്കണം. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അതായത് സമ്പത്തിനെ എത്രയായി വിഭജിക്കണം? 5 വളരെ ശ്രദ്ധിക്കണം. അതിലാദ്യം നമുക്കതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി ചിന്തിക്കാം, അപ്പം മനസ്സിലാവും. കാമായ, കാമം എന്ന് പറഞ്ഞാൽ അവനവന്റെ ആവശ്യം. ഈ കാമം എന്നുള്ള വാക്ക് എപ്പോഴും സ്ത്രീ പുരുഷ ബന്ധങ്ങളുടേതല്ല. അതിന് സന്ദർഭോചിതമായി അർത്ഥങ്ങൾ കാണണം. ഒരു കോണ്ടെക്സ്റ്റിലും അർത്ഥങ്ങൾ വേറെയാണ്. കാമം എന്ന് പറഞ്ഞാൽ ഓൺ പർപ്പസ് എന്നർത്ഥം. അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്പത്തിന്റെ ഒരംശം ചെലവഴിക്കണം. രണ്ടാമത്തെ അംശം സ്വജനായ, കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കണം. എങ്ങനെയാണ് നമ്മൾ ഒരാൾ ഫിനാൻസ്, ഇന്നതിനെ നമ്മൾ എന്താ പറയുക, ബഡ്ജറ്റിംഗ് എന്ന് പറയും. ഒരു രാജ്യത്തിന്റെ ടോട്ടൽ സമ്പത്ത് എന്തിനൊക്കെ വേണ്ടിയിട്ട് ചെലവഴിക്കണം. അപ്പൊ വീട്ടിലും വേണം, വ്യക്തിക്കും വേണം ഈ ബഡ്ജറ്റിംഗ്. കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെലവുകളുണ്ട് അതിനെക്കുറിച്ചുള്ള ബോധം. അല്ലേ, വീടിന് വാടക കൊടുക്കണം, ഇലക്ട്രിസിറ്റി ഉണ്ട്, ഫോൺ ചാർജ് ഉണ്ട്, ഗ്രോസറി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, പലതും ഉണ്ടാവുമല്ലോ വീട്ടിലെ ചെലവുകൾ. മൂന്നാമത്തത് അർത്ഥായ. അർത്ഥം എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് വേണ്ടി എന്നൊരർത്ഥം. അതായത് ആ കാലഘട്ടത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്, പണം മുഴുവൻ പോയാൽ നാളെ ഒന്നും കയ്യിലുണ്ടാവില്ല. ഇന്നത്തെ കുട്ടികളെ പോലെ ആയിപ്പോവും. ഇന്നിപ്പോൾ കുട്ടികൾ കണ്ടില്ലേ, കിട്ടുന്ന ശമ്പളം മുഴുവൻ അങ്ങോട്ട് അടിച്ച് തീർത്തേക്കാണ്. നാളത്തെ ചിന്തയുള്ളവർ വളരെ കുറഞ്ഞു വരികയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അച്ഛനമ്മമാർ അവിടെയും ഇവിടെയൊക്കെ ഫ്ലാറ്റൊക്കെ വാങ്ങിപ്പിച്ചിരുന്നത് കുട്ടികളെ കൊണ്ട്, എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെന്റ്. ആ ഉത്തരവാദിത്വമുള്ളവർ പലപ്പോഴും പറയും, അതിൻ്റെ പേരിലാണ് കുറേ ബന്ധങ്ങൾ ഇല്ലാതായി പോകുന്നത്. കാരണം ഉത്തരവാദിത്തമല്ലേ, ഇത് വെറുതെ പണം വേസ്റ്റ് ആക്കുക. അർത്ഥായ. നാലാമത്തതാണ് യശസ്. യശസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ നല്ല കാര്യത്തിന് വേണ്ടി. ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ എപ്പോഴും ഇല്ലാത്തവരും ഉണ്ടാവും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇന്നിപ്പോൾ നമുക്ക് ധാരാളം ചാരിറ്റബിൾ, ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന ചാരിറ്റബിൾ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലാത്തവരെ നമ്മൾ സഹായിക്കുമ്പോഴാണ് ഒരു രാജ്യത്തിൽ കലാപങ്ങളില്ലാത്തത്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആഫ്രിക്കയിലെ കോങ്കോ എന്ന് പറയുന്ന രാജ്യത്തിൽ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചും സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടും. കാരണം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം വളരെ കൂടുമ്പോൾ ഇല്ലാത്തവൻ ഒന്നിച്ചു ചേർന്ന് കലാപം ഉണ്ടാക്കണം. ഭാരതത്തിൽ അങ്ങനെയുള്ള ഒരു വയലൻസ് ഇല്ലാത്തതിന് കാരണം ഇല്ലാത്തവരെയും കൈപിടിച്ചുയർത്തുന്ന ഒരു സംസ്കാരം. അതാണ് നമ്മുടെ അന്നദാന സംസ്കാരം. ഇപ്പം നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ആർക്ക് വന്നാലും ഭക്ഷണമുണ്ട്. ഉണ്ടോ ഇല്ലയോ? പട്ടിണി കിടക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം ഇവിടെ കിടക്കാനും സൗകര്യമുണ്ട്, പക്ഷെ എല്ലാവരും കിടക്കില്ല എന്ന് മാത്രം. അതാണ് ഭാരതത്തിലുണ്ടല്ലോ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ കുംഭമേളയിൽ എല്ലാ വ്യവസ്ഥകളും ഉണ്ട്. അവിടെ ഭക്ഷണം സുലഭമാണ് ആർക്ക് വേണമെങ്കിലും. ധാരാളം ഭണ്ഡാരകൾ നടന്നുകൊണ്ടിരിക്കും, ഇല്ലേ? ഇപ്പം ഞാൻ എൻ്റെ ഒരു ജീവിതയാത്രയിൽ ഞങ്ങളൊരു സുഹൃതം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് എറണാകുളത്ത്. ഞങ്ങൾ 91 പെൺകുട്ടികളുടെ കല്യാണം നടത്തിക്കൊടുത്തു, പാവപ്പെട്ട. ഇപ്പോഴത്തെ 2025 ഈ വർഷത്തിലേക്ക് അത് 100 പദ്ധതിയിലാണ്. അപ്പം നമുക്ക് 91 പെൺകുട്ടികളെ 4 പവനും 3.5 പവനും 3 പവനൊക്കെ കൊടുത്ത് കല്യാണം. ഇന്നത്തെ പവനെന്താ വില നോക്കും നിങ്ങൾ. ഇപ്പം 10 കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ 30 പവൻ എന്ന് പറഞ്ഞാൽ 15 എത്ര ലാക്സിലേക്ക് പോകുന്നു. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. മനസ്സിലാവുണ്ടല്ലോ? അപ്പം എപ്പോഴും നമ്മളിവിടെ താമസിച്ചാലും ആ ഒരു ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്കൊരു അവബോധം ഉണ്ടാവണം. അതാണ് യശസ്. പഴയ കാലം നോക്കൂ നിങ്ങൾ. സ്വന്തം നമുക്കൊരു വീട്ടിൽ കുളമുണ്ടെങ്കിലും ഒരു പൊതുകുളവും വേണം. കാരണം പൊതുജനങ്ങൾക്ക് കുളിക്കണം. അതുപോലെ തന്നെ പൊതു കിണറുകൾ വേണം. ആളുകൾക്ക് പൊതുസ്ഥലങ്ങൾ, അവർക്കും കൂടി ജീവിതത്തെ ആസ്വദിക്കാനുള്ള, എൻജോയ് ചെയ്യാനുള്ള
സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയാണ് പരസ്പരം കെയറിങ് ഉണ്ടാവുന്നത്. നമ്മൾ മറ്റുള്ളവരെ കെയർ ചെയ്താലേ മറ്റുള്ളവർ നമ്മളെയും അതല്ലേ സത്യം. അന്ന് എഴുതി വെച്ചിരിക്കുകയാണ് യശസ്സേ. യശസ് എന്ന് പറഞ്ഞാൽ കെയറിങ് അതേഴ്സ് എന്നാണ്. മറ്റുള്ളവരെ കെയർ ചെയ്യാൻ പഠിക്കുക. അത് ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമാണ്. വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ചിട്ടല്ല, പക്ഷേ ഭക്ഷണം വെക്കുന്നതിന് മുമ്പ് ഒരു പിടി അരി മാറ്റിവെച്ച് ചോറ് വെക്കുന്ന അമ്മമാര് ഉണ്ടായിരുന്നില്ലേ? കാരണം ഭിക്ഷക്കാര് വരും, ഇല്ലേ? സന്യാസിമാര് വരും, അവർക്ക് കൊടുക്കാൻ അരി എന്തെങ്കിലും വേണ്ടേ? പഴയ കാലത്തുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ ഇല്ലയോ? ഓണത്തിനും വിഷുവിനൊക്കെ തൊട്ടടുത്തുള്ള പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ അവിടുത്തെ കൃഷിക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നൊരു സംസ്കാരങ്ങളൊക്കെ ഓരോ നാടുകളിലും ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു യശസ് എന്ന് പറയും, സംസ്കാരമാണ്, കെയറിങ് അതേഴ്സ് എന്നുള്ളത്. ഞാനിത് എടുത്തു പറയാൻ കാരണം, ഒരു പഴയ സംസ്കാരം ഇന്ന് നമ്മുടെ കുട്ടികളിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അവര് കെയറിങ്സ് എന്നുള്ള ഇത് മാറിയിട്ട് മുഴുവൻ സെൽഫിഷ് എന്നുള്ള ഒരു ലോകത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? അങ്ങനെ ഒരു സംസ്കാരം ഇന്ന് നമ്മുടെ കുട്ടികളിൽ വളരെ അവർക്ക് പറയൂ കുറഞ്ഞു വരികയാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മളൊക്കെ അങ്ങനെ ജീവിക്കാൻ സാധിക്കണം. അത് എന്തൊരു സന്തോഷം അറിയും. ഞങ്ങൾ അടുത്ത കാലത്ത് ഒരു ഫുൾ ട്രെയിനിൽ അയോധ്യ മധുരയിലൊക്കെ പോവുണ്ടായി. അപ്പോൾ അവിടെ ഞങ്ങൾ യാത്രയിൽ ഒരു വൃന്ദാവനത്തിൽ ഒരു 400-ലധികം അമ്മമാർക്ക് സാരിയും ഭക്ഷണവും. എന്തൊരു സന്തോഷം അറിയാം അവർക്ക്. പാല്, അവർക്ക് പായസം, ഓരോരുത്തർ കുടിക്കുന്നത് കണ്ടിട്ട് നമുക്കേ ഒരു സന്തോഷം വരും. കാരണം അങ്ങനെ എപ്പോഴും കിട്ടുന്നതാണോ എനിക്കറിയില്ല. അവരുടെ ആ ഒരു ആർത്തി 2-3 പ്രാവശ്യമൊക്കെ വിളമ്പിച്ച് കഴിക്കുക. അപ്പൊ നോക്കൂ നിങ്ങൾ, അപ്പൊ അവരെ കെയർ ചെയ്യുമ്പോൾ അതൊരു സമൂഹത്തിൽ നമുക്കും സന്തോഷമാണ്, അവർക്കും അതിൽ നിന്നൊരു സന്തോഷം കിട്ടുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് യശസ്സേ. 5-ാമത്തതാണ് ധർമ്മായ. അത് ഏറ്റവും പ്രധാനമാണ്. ധർമ്മം എന്നാൽ ആത്മീയമായ സംസ്കാരം. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പത്താണ് ആത്മീയത. എന്താണ് ആത്മീയത എന്ന് പറയുന്നത്? അടിസ്ഥാനമായി എല്ലാവരും ഒന്നെന്ന് പഠിപ്പിക്കുന്ന അദ്വൈത സംസ്കാരം. ആരും ഇവിടെ സുപ്പീരിയറുമല്ല, ആരും ഇൻഫീരിയറുമല്ല. എല്ലാവരും ഒരേ ആത്മസത്വത്തിൻ്റെ, ആത്മശക്തിയുടെ വ്യത്യസ്ത സ്ഫുലിംഗങ്ങൾ അല്ലെങ്കിൽ കിരണങ്ങളാണ്. ഒരേ സൂര്യന് 10,000 ലക്ഷോപലക്ഷം കിരണങ്ങളുള്ള പോലെ, കോടാനുകോടി, മില്യൺ കോടികൾ അല്ലെങ്കിൽ ട്രില്യൺ കോടികൾ കിരണമുള്ള പോലെ നമ്മൾ ഓരോരുത്തരും ഒരേ ബോധത്തിൽ നിന്നും പരമാത്മാവിൽ നിന്നും വന്നവരാണെന്ന ഒരു അവബോധം, ഇത് ഉറപ്പിക്കുന്ന യജ്ഞങ്ങൾ. ഇതിൻ്റെ പേരാണ് സപ്താഹങ്ങളും തുടങ്ങിയതൊക്കെ. ധാർമ്മിക ബോധം വരുമ്പോഴാണ് മ്യൂച്വൽ റെസ്പെക്റ്റ് വരിക. എല്ലാവർക്കും പരസ്പരം ഒരു ആദരവ് വരിക. പരസ്പരം ആദരിക്കുന്ന സമൂഹത്തിൽ കൊല്ലും, കൊലയും, ചതിയും, വഞ്ചനയും ഉണ്ടാവില്ല. അപ്പോഴാണ് സുരക്ഷിതത്വം ഉണ്ടാവുന്നത്. പട്ടാളക്കാരെ കൊണ്ടും പോലീസുകാരെ കൊണ്ടല്ല സുരക്ഷിതത്വം ഉണ്ടാക്കേണ്ടത്, സംസ്കാരം കൊണ്ട് സുരക്ഷിതത്വം ഉണ്ടാവണം. സംസ്കാരം കൊണ്ട് സുരക്ഷിതരാവണം. മറ്റൊരാളെ ഞാൻ ആക്രമിക്കാത്തതിന് കാരണം ഞാനും മറ്റുള്ളവരുമെല്ലാം ഒരേ സത്യം തന്നെയാണ്. ഞാൻ ആരെ ആക്രമിക്കുന്നു? ഇനി ആക്രമിച്ചാൽ തന്നെ എൻ്റെ സംസ്കാരം, എൻ്റെ ആ ആക്രമിക്കാനുള്ള മനസ്സ് നാളെ എന്നെയും ദുരിതത്തിലൂടെ കൊണ്ടുപോകുന്ന കർമ്മചക്രത്തിൽ നിന്ന് എനിക്കൊരിക്കലും, കർമ്മഫലത്തിൽ നിന്നൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെ അത് വേട്ടയാടും. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കൊക്കെ കാരണം ഞാൻ തന്നെ ചെയ്തു കൂട്ടിയിരിക്കുന്ന കർമ്മങ്ങളാണ്. അതിന് ഞാൻ ആരെയും പഴി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇത് തിയറി, ഇത് സയൻസ് ആണ്. എനിക്കെന്തുകൊണ്ട് പലതും കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ പണ്ട് പലർക്കും അങ്ങനെ ഉപദ്രവം കൊടുത്തിട്ടുണ്ടാവണം. കാരണം അവൻ ചെയ്തതേ അവനവര് തിരിച്ചു കിട്ടുകയുള്ളൂ. ഇതാണ് ന്യൂട്ടനും പഠിപ്പിക്കുന്നത്. എവറി ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് എക്സാക്ട്ലി ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ തെളിയിച്ചതല്ലേ.
പക്ഷെ അതിനു മുമ്പ് ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറഞ്ഞു, കർമ്മത്തിനനുസരിച്ചായിരിക്കും കർമ്മഫലം. എവ്രി ആക്ഷൻ ഹാസ് റിസൾട്ട്, എവ്രി ആക്ഷൻ ഹാസ് റെസ്പോൺസ്, എവ്രി ആക്ഷൻസ് ഹാസ് റിസൾട്ട്. മറക്കരുത്, എല്ലാറ്റിനും ഒരു കർമ്മമുണ്ടോ, കർമ്മത്തിനൊരു പ്രതികർമ്മമുണ്ട്. കർമ്മമുണ്ടോ, കർമ്മത്തിനൊരു കർമ്മഫലമുണ്ട്. ആ കർമ്മഫലത്തിൽ നിന്നും ആർക്കും മാറാൻ പറ്റില്ല. കാരണം ഇതൊരു കർമ്മ ചക്രമാണ്. ഇറ്റ് ഇസ് എ സർക്കിളാണ്, ഇറ്റ് ഈസ് എ സൈക്കിളാണ്. അപ്പൊ ഇവിടെ നിന്ന് കർമ്മം തുടങ്ങിയോ അവിടെ തന്നെ കർമ്മഫലം ചെന്ന് ഞാൻ ഏത് രാജ്യത്തിലേക്ക് രക്ഷപ്പെട്ടാലും എൻ്റെ പിന്നിൽ നിഴല് പോലെ ആ കർമ്മചക്രം വേട്ടയാടും. നിങ്ങൾ നോക്കൊരു ഭാര്യയെ രാമൻ അമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃഷ്ണാവതാരത്തിൽ കൃഷ്ണനെ അമ്പ് ചെയ്യാൻ ഒരു വേടനുണ്ടായേ പറ്റുള്ളൂ. അത് അവതാരമൂർത്തികൾക്ക് പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അവതാരമൂർത്തികൾക്ക് പോലും അതിലൂടെ ചക്രത്തിലൂടെ തന്നെ കടന്നുപോയേ പറ്റുള്ളൂ. ഒരു അവതാരത്തിൽ ഭഗവാൻ ശൂർപ്പണയെ വിരൂപമാക്കിയുണ്ടെങ്കിൽ വേറൊരു അവതാരത്തിൽ വിരൂപയായ ത്രിവിക്രമയെ ഭഗവാൻ സുന്ദരിയാക്കുന്നതും ഇതൊക്കെ കർമ്മത്തിന്റെ, നമുക്ക് പറയാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു കഥ വന്നു. അപ്പം അവതാര പുരുഷന്മാർക്കും കർമ്മചക്രത്തിലൂടെ കടന്ന് പോവേണ്ടതുണ്ട്. അപ്പം നമുക്കുണ്ടോ അതിലൊരു എക്സ്ക്യൂസ്, ഒഴിവ്? അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ, ഞാൻ ഈ ഭൂമിയിൽ വന്നത് എന്നെ ഉയർത്താനും മറ്റുള്ളവരെ കൈപിടിച്ചുയർത്താനാണ്. അതിൽ വേണ്ടാത്ത കർമ്മങ്ങൾ ചെയ്താൽ ആ കർമ്മങ്ങളൊക്കെ എനിക്ക് തന്നെ തിരിച്ചു കിട്ടും. ഈ പേടി ദൈവത്തെയല്ല പേടിക്കേണ്ടത് കർമ്മത്തെയാണ്. ദൈവമല്ല ഉപദ്രവിക്കുന്നത്. ഞാൻ തോന്നിവാസം ചെയ്തിട്ട് ദൈവത്തോട് പറയാണ്, ദൈവമേ എനിക്ക് കുഴപ്പമുണ്ടാക്കരുതേ എന്ന്. ദൈവം മുഖത്തൊന്ന് തന്നിട്ട് പറയും, ഞാനാടാ നിനക്ക് കുഴപ്പമുണ്ടാക്കുന്നത്, നിന്റെ കയ്യിലിരിപ്പാണ് നിനക്ക് കുഴപ്പമുണ്ടാക്കുന്നത്. തോന്നിവാസം ചെയ്തിട്ട് ഇപ്പൊ കുട്ടി വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, അമ്മയോട് പറയാ, അമ്മേ ഗുരുവായൂരപ്പനൊരു നെയ്വിളക്ക് നേരുമെന്ന് ചോദിച്ചാൽ അതെന്തിനാണെന്ന്. കേരളത്തിന്റെ തലസ്ഥാനം തൃശ്ശൂരാക്കാൻ. ഇടീ കേരളത്തിന്റെ തലസ്ഥാനം എങ്ങനെ തൃശ്ശൂരാവുക? അമ്മ അത് എനിക്കും അറിയാം, അമ്മയ്ക്കും അറിയാം. പക്ഷെ പരീക്ഷാ പേപ്പറിൽ ഞാൻ അത് എഴുതി വെച്ചത്, ഇനി ഗുരുവായൂരപ്പൻ മാത്രം വിചാരിച്ചാലേ കേരളത്തിന്റെ തലസ്ഥാനം തൃശ്ശൂരാവുള്ളൂ. അതിന് ഗുരുവായൂരപ്പനെ കൊണ്ട് ശുപാർശ ചെയ്യിക്കാനാണ് ഒരു നെയ്വിളക്ക് കത്തിക്കുന്നത്. ഈ തരത്തിൽ തോന്നിവാസങ്ങൾ ചെയ്തിട്ട് നെയ്വിളക്ക് കത്തിച്ചാലും തുലാഭാരം തൂക്കിയിട്ടൊന്നും. ഒരാൾ തുലാഭാരം തൂക്കാൻ വന്നിട്ട് എന്തോ രോഗത്തിന് വേണ്ടി ഇയാളുടെ അമ്മ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രാർത്ഥിച്ചതാണ്. ആ തുലാഭാര തട്ടിലിരുത്തി. അന്നകത്തല്ലേ ഇതൊക്കെ. ഈ മനുഷ്യൻ ആകെ പോയ ഒരു 40 കിലോ ഉണ്ടാവും. 40 കിലോ പഞ്ചസാര വെച്ചു. ഈ മനുഷ്യനാണെങ്കിലോ ബ്രഹ്മസത്യം എന്ന് പറഞ്ഞ പോലെ ഒരു അളക്കൂല്ല. നിർഗുണോ നിരാകാരം നിരഞ്ജനോ നിരവ്യോ ഒറ്റ ഇരിപ്പാണ് അവിടെ. അത്ഭുതമായി ഭാര്യ പറഞ്ഞൊരു 10 കിലോ കൂടി വെച്ചോളൂന്ന്. 50 എന്നിട്ടും ഇളക്കില്ല. പാലം കുരുങ്ങിയാലും കുലുക്കല്ലേ മനുഷ്യൻ. 60 70. അപ്പൊ ഈ ഭാര്യ പറയാ, ഗുരുവായൂരപ്പന്റെ ഒരു പരീക്ഷണം നോക്കണം എന്ന്. കാരണം ഇത്രയൊന്നും വെയിറ്റ് ഇല്ലാത്തൊരു മനുഷ്യൻ പൊങ്ങട്ടെ. പിന്നെയാ മനസ്സിലായത് ഇതിന്റെ ചങ്ങല ലോക്കായി കിടക്കുക മുകളിൽ എവിടെയോ. ആ ചങ്ങല അങ്ങോട്ട് ശരിയാക്കിയതും പിന്നെ ഈ മനുഷ്യൻ റോക്കറ്റ് പോകുന്ന പോലെ ഒരു പോക്കാണ്. കാരണം 70-75 കിലോ തൂക്കി വെച്ചിരിക്കുന്നു. ആകെ 40 കിലോ വേണ്ടു ഇയാൾക്ക്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എവിടെയൊക്കെ എന്ത് കർമ്മം അനുഷ്ഠിച്ച് പ്രാർത്ഥന നടത്തിയത് കൊണ്ട് കാര്യമില്ല. വരാൻ ഉള്ളത് വഴി തങ്ങില്ല. അപ്പൊ വേണ്ടാത്തത് കഴിയുന്നതും ചെയ്യാതിരുന്നാൽ അത്രയും വേണ്ടാത്തത് ഇങ്ങോട്ട് വരില്ല. നിങ്ങളുണ്ടല്ലോ, അഴുകിയ ഭക്ഷണം കഴിച്ചിട്ട് വയറുവേദന വന്നിട്ട് നിങ്ങൾ ധന്വന്തരി മന്ത്രം ചൊല്ലിയോട്ട് കാര്യമുണ്ടോന്ന് പറഞ്ഞു തരും എനിക്ക്. ഒരാൾ എന്തോ വേണ്ടാത്ത ഭക്ഷണം എടുത്ത് കഴിച്ചു, വയറുവേദന സഹിക്കാൻ വയ്യാതെ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ ചെന്ന് പറ്റി, ഞാൻ എന്തോ ഫ്രിഡ്ജിൽ ഭാര്യ വെച്ചെടുത്ത് കഴിച്ചു പോയി സാറിന്. ഉടനെ ഇദ്ദേഹം റെഫർ ചെയ്തു നേരെ ENT ഡോക്ടറെ അടുത്തേക്ക്. പറഞ്ഞു, എനിക്ക് വയറിനാണ് സാർ പ്രശ്നം, എനിക്ക് കണ്ണിനും കാതിനല്ല. അല്ല, നിങ്ങൾക്ക് കണ്ണിനാണ് ചികിത്സ വേണ്ടത് ആദ്യം. കാരണം കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ഈ പൊട്ട സാധനം എടുത്ത് കഴിക്കില്ലായിരുന്നു. വയറിനല്ല നിങ്ങൾക്ക് ചികിത്സ വേണ്ട എന്ന് പറഞ്ഞ പോലെ ഇവിടെ അവനവന്റെ കർമ്മങ്ങൾ ശരിയല്ലെങ്കിൽ കർമ്മഫലങ്ങളും പറയൂ. അപ്പൊ കർമ്മവും ശരിയാവണം, ധർമ്മവും ശരിയാവണം. എന്താണ്?
3 വാക്കുകളാണ് ഹിന്ദുക്കളുടെ അടിസ്ഥാന വാക്കുകൾ: കർമ്മം, ധർമ്മം, ബ്രഹ്മം. ഇത് 3ഉം മനസ്സിലാക്കി ജീവിക്കണം. അപ്പൊ ഇങ്ങനെ 5 കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കണം. ഇതിനൊക്കെയാണ്: 1 കാമായ, 2 സ്വജനായ, 3 അർത്ഥായ, 4 സമൂഹത്തിന് യശസ്സിന് വേണ്ടി, 5-മത്തത് ധർമ്മ അനുഷ്ഠാനത്തിന്, ധർമ്മപ്രചരണത്തിന് വേണ്ടി. ഇപ്പൊ നമ്മൾ ഈ സപ്താഹങ്ങളൊക്കെ നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സമൂഹത്തിൽ ധർമ്മ പ്രതിഷ്ഠ നടക്കുമ്പോഴാണ് സമൂഹത്തിലുള്ള ആക്രമണ ചിന്തകൾ കുറഞ്ഞ് നല്ലൊരു സമൂഹം വാർത്തെടുക്കുക, അല്ലേ?